ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നിയമം അനുസരിച്ച് സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും രോഗ ദുരിത ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മോചനവും കൊടുക്കാൻ എന്താണ് ഒരു മാർഗം, അതിലേക്ക് എന്താണ് ഒരു വഴി? അങ്ങനെ വന്നപ്പോഴാണ് ഈ യാഗങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹാവൈഷ്ണവയാഗം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. നമസ്കാരം. കർമ്മ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് സനാതന അദ്വൈതാശ്രമം വ്ളാങ്ങാമുറി, തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ പ്രദേശം. ഞങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് ഒരു യാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ രാജേന്ദ്രാനന്ദ സൂര്യവംശി ആചാര്യനുണ്ട്. അദ്ദേഹം നടത്തുന്നതാണ്, അദ്ദേഹത്തിൻ്റെതാണ് ഈ ആശ്രമം. 1989 മുതൽ ഈ ആശ്രമം ഇവിടെയുണ്ട്. ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മഹനീയമായ ഒരു തരത്തിലുള്ളതാണ്. അദ്ദേഹം ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ, മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിലവിൽ കെയർ ചെയ്യുന്നുണ്ട്, അവരെ പരിരക്ഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ആശ്രമത്തിൻ്റെ മേൽനോട്ടത്തിലാണ് വൈഷ്ണവയാഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അതിനു മുൻപ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്തേ സ്വാമിജി. അങ്ങയുടെ ആശ്രമത്തെക്കുറിച്ച്, അങ്ങയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ഇങ്ങനെയൊരു യാഗത്തിലേക്ക് വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് വിശദമാക്കാമോ? തീർച്ചയായും. അതായത് ഞങ്ങളിവിടെ 1989 മുതൽ ശ്രീ ഗുരുരാജ് മിഷൻ എന്ന രീതിയിൽ 100 സിസ്റ്റം അനാഥകളായ പരിപാലിച്ചുകൊണ്ടും ചികിത്സ ചെയ്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാലം വരേക്കും. ഇപ്പോഴ് അതിലുപരി മാതൃസംഘടനയുണ്ട്. നിരവധി പഠിക്കാനൊക്കാത്ത കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ, യൂണിഫോമുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഇങ്ങനെ നിരവധി കർമ്മങ്ങൾ ഞങ്ങൾ ഇത്രയും കാലവും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽ മറ്റൊന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നിയമം അനുസരിച്ച് സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും രോഗ ദുരിത ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് മോചനവും കൊടുക്കാൻ എന്താണ് ഒരു മാർഗം, അതിലേക്ക് എന്താണ് ഒരു വഴി? അങ്ങനെ വന്നപ്പോഴാണ് ഈ യാഗങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹാവൈഷ്ണവയാഗം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതിലേക്ക് വേണ്ടി ചുവട് വയ്ക്കാൻ, കാലം മുന്നോട്ട് വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിന് മുന്നോടിയായി 5-6 തന്നെ കമ്മിറ്റികളും കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ ഒരു സ്വാഗത സംഘം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മിക്കവാറും ഈ മാസം 30-നകത്ത് തന്നെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല VIP വ്യക്തികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഭേദം ഇല്ലാതെ, ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ എല്ലാ സമസ്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ആ സ്വാഗത സംഘം ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നതും. അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് 3-4 കമ്മിറ്റികൾ രൂപീകരിപ്പിച്ചുകൊണ്ട് ഈ യാഗം നല്ല വൈഡായി നമ്മുടെ നാട്ടിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അനന്ത പത്മനാഭൻ ശയിച്ചു കിടക്കുന്ന അനന്തപുരി ആ മണ്ണാണ് ഇവിടം. അതിലുപരി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചരിത്ര പ്രധാനമായ നെയ്യാറ്റിൻകര ശ്രീ ഉണ്ണികൃഷ്ണൻ നിലകൊള്ളുന്ന സ്ഥലം, അതിലും ഉപരി അതുക്കും മേലെ നെയ്യാർ, അഗസ്ത്യമല നിരകളിൽ അഗസ്തീശ്വര മഹർഷി യാഗ പൂജാദികൾ ചെയ്ത ആ പ്രസാദങ്ങൾ നെയ് രൂപത്തിൽ ഒഴുകി വന്ന നെയ്യാർ. ഈ നെയ്യാർ എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ്റെ പുത്രി എന്ന സങ്കല്പം. നെയ്യാറ്റിൻ്റെ കരയിലാണ് ഈ മഹായാഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നതും നടക്കാൻ പോകുന്നതും. അതേസമയം ഇത്രയും പരിപാവനമായ പുണ്യസ്ഥലത്ത് ഈ യാഗം നടത്തുക എന്നത് അതിപ്രധാനമായ ഒന്ന് തന്നെയാണ്. കാര്യം നമുക്ക് നെയ്യാറ്റിൻകര മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങൾക്കും അതിനും അപ്പുറം ഇതിൻ്റെ മഹാചൈതന്യം ഒഴുകുകയും സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും അവിടെ ഇഷ്ടകാര്യ സാധ്യവും നടക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. കാര്യം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15-16 വയസ്സ് തൊട്ടേ മഹാഗുരുക്കന്മാരെ കൂടെ നിന്ന് വളർന്നു വന്നവനാണ്. എനിക്കറിയാം ഇത്യാദി യാഗങ്ങൾ ചെയ്താൽ നമ്മുടെ സന്താനങ്ങൾക്ക്, മക്കൾക്ക് വരും തലമുറകൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന്. അതിന് യാതൊരു സംശയവുമില്ല, എന്നെ സംബന്ധിച്ചൊട്ടുമില്ല. കാര്യം നിരവധി യാഗങ്ങളിൽ ഞാൻ പങ്കാളിയായിരുന്നു, ആചാര്യനായിരുന്നു.
അവിടെയൊക്കെ നടന്ന സംഭവങ്ങളും എനിക്ക് വ്യക്തമാണ്. പക്ഷേ ഇതിപ്പോൾ ആ യാഗങ്ങളല്ല. യാഗങ്ങളിൽ നിന്ന് സർവ്വസാധാരണമാണ്. രാജകുടുംബകാലങ്ങളിലെ യാഗങ്ങൾ നടത്തിയിരുന്നു. അശ്വമേധയാഗം, അതേപോലെ നിരവധി യാഗങ്ങൾ. കാരണം അന്യരാജ്യങ്ങൾ വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി സർവ്വതും നഷ്ടപ്പെട്ടു വരുമ്പോൾ രാജാക്കന്മാർ രണ്ട് കൈയും വിട്ട് നിൽക്കുന്ന കാലങ്ങളിൽ അവർ തീരുമാനിക്കും നമ്മളെ ശ്രേയസ് തിരിച്ചു കൊണ്ടുവരുവാൻ, ശക്തി തിരിച്ചു കൊണ്ടുവരുവാൻ, സാമ്പത്തികം തിരിച്ചു കൊണ്ടുവരുവാൻ അതിലേക്ക് വേണ്ടിയായിരുന്നു യാഗങ്ങൾ കഴിവത് ചെയ്തു പോന്നിരുന്നത്. അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് വൈഷ്ണവ യാഗം. ലക്ഷ്മീകാന്തനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പരമാത്മാവിൻ്റെ യാഗം ആണ് അതിപ്രധാനമായി ഇന്ന് നിലവിലുള്ളത്. ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാനിത് അറിഞ്ഞിട്ടില്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു യാഗം, വൈഷ്ണവയാഗം സംഭവിച്ചോ എന്ന്. എന്നാൽ മറ്റ് ചില രാജ്യങ്ങളിൽ ചെയ്തു, സ്റ്റേറ്റുകളിൽ ചെയ്തു എന്ന ചെറിയ അറിവും ലഭിച്ചിട്ടുണ്ട്. ആദ്യമായാണ് നമ്മൾ നെയ്യാറ്റിൻകര ഭഗവാന്റെ മണ്ണിൽ ഈ വൈഷ്ണവയാഗം ആരംഭിക്കുന്നതും. അത് വളരെ ശക്തമായി നടക്കുവാൻ സർവ്വജനങ്ങളും ഇതിലേക്ക് സഹകരിക്കുകയും ആ യാഗ മണ്ഡപത്തിൽ വന്ന് ഹവിസ് അർപ്പിച്ച് അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ സാധ്യമാകുവാൻ മുന്നോട്ട് വരണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഇതിന്റെ തീയതി എപ്പോഴേക്കാണ് നടക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് ഞങ്ങൾ ആവറേജ് തീരുമാനിച്ചിരിക്കുന്ന ടൈം. ഏപ്രിൽ മാസം 17 വ്യാഴാഴ്ച. അന്ന് എല്ലാം കൊണ്ടും ഒരു ശുഭദിനമാണ്. അന്ന് ചെയ്യാം. മിക്കവാറും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കിട്ടുമെന്ന് നോക്കുന്നു ഉദ്ഘാടനത്തിന്. ഇല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നല്ല, ഡൽഹി മിനിസ്റ്ററിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗുരുക്കന്മാരുടെ ഉത്തരേന്ത്യയിൽ അവരൊക്കെ എത്തിക്കൊള്ളും. ഇത് നല്ലൊരു യാഗം ജനങ്ങൾക്ക് പൂരാ ആരോഗ്യം പകരുന്ന ഒന്നായിരിക്കും, മനസ്സിനും ശരീരത്തിനും ഒക്കെ. അതേസമയം നമ്മൾ ഒന്ന് ആഗ്രഹിക്കേണ്ടതുണ്ട്. നാം എന്ന് പറയുന്നത് ഈ ദേഹമല്ല, നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ജീവനാണ്. അങ്ങനെ വരുമ്പോൾ നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. ഇവിടെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണ് നാം. നമ്മുടെ ജീവന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് പരാമർശമാണ്. അവരവരുടെ ദേഹത്തിനും അവരവരുടെ സൗന്ദര്യവർദ്ധനവിനും നിലനിൽപ്പിനും പണസമ്പാദനത്തിനും വേണ്ടിയല്ലാതെ മറ്റാരും ഒന്നും അവരുടെ ജീവന് വേണ്ടി ഒന്നും ചെയ്തതായി കാണുന്നേയില്ല. അത് പരമാർത്ഥം തന്നെയാണ്. പക്ഷെ അതുപോരാ, നാം നമ്മുടെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് ഇത്യാദി കർമ്മങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം നമ്മുടെ ജീവന് അത് വളരെ ആരോഗ്യകരമായിരിക്കും, ശ്രേയസ്സായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പണിഷ. ഇപ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോവേണ്ടി വരും. എത്രയേറെ സൗദങ്ങൾ വെച്ചാലും കോടിക്കണക്കിന് പണം സമ്പാദിച്ചാലും സർവ്വതും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു തലമുടി നാല് പോലും നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഇട്ടിരിക്കുന്നതോ ഉടുത്തിരിക്കുന്നതോ അണിഞ്ഞിരിക്കുന്നതോ തന്നെ എല്ലാം ഇവിടെ ഇട്ട് പോവുകയാണ് നമ്മൾ. അതേസമയം നമ്മൾ വെറുതെ പോകരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ പോകരുത്. എന്തെങ്കിലും കൊണ്ടുപോകണം. അതെന്തായിരിക്കണം കൊണ്ടുപോകേണ്ടത്? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ, ഇത്രയും കാലത്തെ അനുഭവം പറഞ്ഞാൽ, നമ്മുടെ വാസനാജനകമായ കർമ്മത്തിൻ്റെ ശേഷിപ്പാണ് നാം കൊണ്ടുപോകേണ്ടത്. എന്ന് വെച്ചാൽ ഇത്രയും കാലം നാം എന്ത് ചെയ്ത് കൊണ്ടുവന്നു ആ വാസന ഒരു റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ. ടൈം ബൈ ടൈം, സെക്കൻഡ് ബൈ സെക്കൻഡ്, ടൈമല്ല, സെക്കൻഡ് ബൈ സെക്കൻഡിൽ അത് റെക്കോർഡായിക്കൊണ്ടേയിരിക്കും. നാം കുനിഞ്ഞിട്ട് മൂന്നാൽ അത് റെക്കോർഡിങ്ങാണ്. ഏതെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അന്ന് റെക്കോർഡാണ്, ദുഷ്കർമ്മം ചെയ്താൽ അന്ന് റെക്കോർഡാണ്. ഇതാണ് അവസാനം കടഞ്ഞിട്ട് നമുക്കൊരു ജന്മം വിധിക്കുന്നത്. പാപങ്ങൾ പുണ്യങ്ങൾ വേർതിരിക്കുന്നത് ഈ വാസനയെ അവർ കടഞ്ഞുകൊണ്ടാണ്, അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊരു കർമ്മം ചെയ്താലും പുണ്യകർമ്മങ്ങളിലേക്ക് സർവ്വജനങ്ങളും വരണം. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഓരോ മനസ്സുകളും മുന്നോട്ടെത്തണം. എന്തിനു വേണ്ടി? ഇന്നല്ല, നമുക്കൊരു നാളെയുണ്ട്. ആ നാളെകളെ ഭദ്രമാക്കുവാൻ വേണ്ടി മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും വീണ്ടും സർവ്വജനങ്ങളും പുണ്യകർമ്മങ്ങളിലേക്ക് വന്ന് അവരവരുടെ ഈ ജന്മവും വരും ജന്മവും സഫലമാക്കുവാൻ മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട്